എല്ലാവർക്കും നമസ്കാരം. ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ സ്വന്തം സഹോദരന്മാരോ സഹോദരിമാരോ ആയിട്ടാണ് നമ്മൾ കാണുകയും അവരുടെ അനുഭവം നമ്മുടെ അനുഭവം മാതിരി തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ. നിങ്ങളൊക്കെ തന്നെ അങ്ങനെയാണെന്നറിയാം. അതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നല്ല മനസ്സോടെ കേൾക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിനി. ഞാൻ എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കരയിലാണ് താമസം. ചെറുപ്പം തൊട്ടേ ഞാനൊരു കൃഷ്ണഭക്തയാണ് കേട്ടോ. എൻ്റെ വീടിനടുത്ത് തന്നെ കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. എന്തിനും ആദ്യം ഞാൻ വിളിക്കാറ് എൻ്റെ കണ്ണനെയാണ്. എൻ്റെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം എൻ്റെ കൈപിടിച്ച് ഉയർത്തിയിരുന്നത് കണ്ണനാണ്. ഞാൻ കുറേ നാളായിട്ട് ത്രിമധുരം ഫേസ്ബുക്കിൽ കാണുന്നുണ്ട്. ഗ്രൂപ്പിൽ ഞാൻ അംഗമല്ല കേട്ടോ. എനിക്കിത് കൈകാര്യം ചെയ്യുവാൻ അത്ര വശമില്ലാത്തത് കൊണ്ടാണ്. പല അനുഭവങ്ങളും ശ്രീകുട്ടൻ്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയാറുണ്ട്. അത്രയ്ക്ക് ഭക്തിയാണ് ആ സ്വരത്തിന്. ഇത് കേട്ട് കേട്ടാണ് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഇത്ര ഭക്തയായത്. ശ്രീകുട്ട, എനിക്ക് ഒരു മകളാണുള്ളത്. അവളുടെ പേര് കൃഷ്ണ എന്നാണ്. PG കഴിഞ്ഞു. ഇപ്പോൾ ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നു. അവൾക്കൊരു ജോലി കിട്ടാൻ എന്നും കണ്ണനോട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ജോലി കിട്ടിയാൽ ത്രിമധുരത്തിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എൻ്റെ മകൾക്ക് ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി കിട്ടി. ജോയിൻ ചെയ്തിട്ടില്ല. എന്നാലും കണ്ണന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി സന്തോഷത്തോടു കൂടി ഇത് എഴുതുകയാണ്. പിന്നെ ഗുരുവായൂരപ്പന് അഹസ് വഴിപാടും കൃഷ്ണനാട്ടവും ചെയ്യാനുണ്ട്. അതുകൂടി വൈകാതെ ചെയ്യണം. ശ്രീകുട്ട, ഗോവിന്ദന് സുഖം തന്നെയല്ലേ? ഈ അമ്മാമ്മ അന്വേഷിച്ചതായിട്ട് പറയണേ. വൈകാതെ തന്നെ വായിക്കണേ മോനെ. ഓർമ്മിപ്പിക്കാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. എന്താ കഥ, എന്ത് സുഖമായിരുന്നു അറിയോ. അവസാനം ഗോവിന്ദനെ കൂടെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കും സന്തോഷമായി. അതങ്ങനെ തന്നെയാണല്ലേ. മോൾക്ക് വേണ്ടിയാണ് അമ്മ അയച്ചത്. അപ്പം മോൾക്ക് വേണ്ടി മോളുടെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് പോകുന്നത്. എല്ലാ ജോലി അത്രയും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മയെയും മോളെയും എല്ലാവരെയും ഭഗവാൻ കൈപിടിക്കും, ഒരു സംശയമില്ല. നല്ല സുഖമായിരുന്നു കേട്ടോ. സന്തോഷം സന്തോഷം സന്തോഷം. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരേണ്ടവർക്കുള്ള ഡീറ്റെയിൽസൊക്കെ കമൻറ്റ് ബോക്സിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രൂപ്പിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഹരേ കൃഷ്ണ.